ഹലോ ഗെയ്സ്, എല്ലാവർക്കും കാർ ടെക് ഒന്നിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് താനൂർ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. നമ്മൾ കായംകുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു 11:30ക്കാണ് ട്രെയിൻ ഉള്ളത്. ഒരു 5:45 ടൈമിൽ അവിടെ എത്തുന്ന കോലത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ നമ്മൾ കായംകുളത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വണ്ടിയുള്ളടത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വണ്ടി. അപ്പോൾ നമ്മളെ കസ്റ്റമർ വക്കീലാണ്, ഈ കാണുന്ന ആളാണ്. ഹലോ. അപ്പോൾ മൂപ്പര് പറഞ്ഞ വാട്ടർ പമ്പ് ലീക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മൂപ്പരോട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാന്നുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് സംഭവം, എങ്ങനെയാണ്? ഇതിന്റെ കൂളന്റ് ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഒരു മെക്കാനിക്കിനെ കാണിച്ചപ്പോ അവർക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല ഇതിനെ അടിച്ച് റെഡിയാക്കാനായിട്ട്. അപ്പോ ഇതിന്റെ ഒരു എക്സ്പെർട്ട് ആണ് സഹലുദ്ദീൻ. അപ്പോ നമ്മൾ വിളിച്ചാൽ മലപ്പുറത്ത് നിന്നാലും ഓടി ഇവിടെ എത്തും. ബെസ്റ്റ് മെക്കാനിക്. ഇപ്പോ സ്കോഡ വോക്സ്വാഗൻ വണ്ടികളിലെ ഓണേഴ്സിനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് അതിനാവശ്യമുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള മെക്കാനിക്കിനെ കിട്ടുന്നതാണ് പ്രശ്നം. അപ്പൊ അതിനൊരു പരിഹാരമാണ് സഹൽ. ഇത് സഹലിനെ എപ്പോഴും വേണമെങ്കിലും വിളിക്കാം. അതിലെത്ര ദൂരമായാലും വന്ന് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് തരും. സ്പെഷ്യലി ആയിട്ട് പ്രത്യേകത അതിന് ആവശ്യമുള്ള കൃത്യമായ ടൂൾസ് തന്നെ അങ്ങനെയുണ്ട്. സാധാരണ നമുക്ക് ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്ത് പണിയിക്കാനുള്ള ധൈര്യം നമുക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സഹലിനെ കോൺടാക്ട് ചെയ്യാം. ദ ബെസ്റ്റ് മെക്കാനിക്. അപ്പോൾ ഈ കാണുന്നതാട്ടോ വണ്ടി നമുക്ക് ചെയ്യാനുള്ളത്, ഈ വണ്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെ അയക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞത് വാട്ടർ പമ്പ് ലീക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ടോപ്പ് അയച്ചെടുക്കണം. അതുപോലെ തന്നെ ഈ കൂളൻ്റ് ഇവിടെയുള്ള ഭാഗങ്ങൾ മൊത്തം അയക്കണം. നമുക്ക് ടൈമിങ് മൊത്തം റീസെറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് ഫൗണ്ടേഷനൊക്കെ അയച്ച് വേണം നമുക്കത് മാറാനായിട്ട്. അപ്പം നമുക്ക് അതൊന്ന് കാണിക്കാം. അങ്ങനെ നമ്മൾ ഫൗണ്ടേഷനൊക്കെ അയച്ചിട്ടുണ്ട്. ടൈമിംഗ് ഒക്കെ കറക്റ്റ് ലോക്ക് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ ഫൗണ്ടേഷനും പമ്പും കാര്യങ്ങളൊക്കെ. പമ്പ് നമ്മൾ അയച്ചിട്ട് നേരിട്ട് മുകളിലേക്ക് വെച്ചിട്ടാണുള്ളത്. ടൈമിംഗ് ഒക്കെ കറക്റ്റ് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ കറക്റ്റ് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. മേലെ വെച്ചിട്ടുള്ളതാണ് പമ്പ്. പിന്നെ ഇതിൽ നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ ഈ മൂപ്പര് വക്കീൽ ടൈം ബെൽറ്റ് മാറിയതായിരുന്നു. പക്ഷേ ഈ മാറിയ ടൈമിൽ കൂളൻ്റ് പമ്പ് മാറിയിട്ടില്ലായിരുന്നു. അപ്പോൾ കൂളൻ്റ് പമ്പ് അതിൻ്റെ കൂട്ടത്തിൽ മാറുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് പിന്നെ നമുക്ക് 2ാം പണിയായിട്ട് വരും. ഇപ്പോൾ മൂപ്പർക്ക് ഇപ്പോൾ ഇത് 2ാം പണിയായിട്ട് വന്നതാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മാറുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് എല്ലാതും ഒരുപോലെ മാറാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി അത് എന്തൊക്കെ അയക്കണം എന്നുള്ളത് കാണിക്കാം. അതായത് ഈ വീൽ അയച്ചിട്ട് ഈ സൈഡിലുള്ള ഫ്ലാപ്പ് അയച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ബെൽറ്റും ഡൈനാം ബെൽറ്റും ആ പുള്ളിയും മൊത്തം അയച്ച് പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ നമുക്ക് ബെൽറ്റ് ഊരിയെടുത്താൽ മാത്രമേ നമുക്ക് ആ പമ്പ് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ അയച്ച്, അതുപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ അടിയിൽ വരുന്ന ഫൗണ്ടേഷനും അത് അയച്ചെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അത് ഗിയർ ബോക്സുമുള്ള കണക്ഷന് ആ ബോൾട്ട് 2 ഊരിയാൽ മതി. അത് ഫൗണ്ടേഷൻ പുറത്തെടുക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ജാക്കിമ നിർത്തിയിട്ട് അയച്ചെടുത്താൽ മതി. ഇതായിരുന്നു ഇതിപ്പോൾ പഴയത് ഉണ്ടായിരുന്ന വാട്ടർ പമ്പ്. അത് ഉള്ളിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ട് ബാരിങ് പോയ മാതിരി വന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെയാണ് ഈ വെള്ളം ലീക്ക് വന്നിട്ടുള്ളത്. അതാണ് ഈ പുറത്ത് കാണുന്ന കൂളൻറ്റിൻ്റെ പാട് കാണുന്നത്. ആ ഹോളിൽ കൂടിയാണ് കൂളൻ്റ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മളെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിന് മുമ്പ് ഒരാളെ പരിചയപ്പെടുത്താണ്ട്. ഇതാണ് അപ്പോൾ മൂപ്പരെ വർക്ക്ഷോപ്പിലിട്ടിട്ടാണ് നമ്മളിപ്പോൾ പണി ചെയ്തത്. അപ്പോൾ നമുക്ക് മൂപ്പരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. സ്ഥലത്തിന്ന് രാവിലെ തന്നെ എത്തി വണ്ടി പണിയെല്ലാം പൂർത്തിയാക്കി ഭംഗിയായിട്ടെല്ലാം ചെയ്ത് സൂപ്പറായിരിക്കും. പിന്നെ അതുപോലെ തന്നെ മൂപ്പര ഉപ്പാക്കൊരു വണ്ടിയുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാണ്ട് ഇനിയൊരു ദിവസം കൂടി ഇങ്ങോട്ട് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കേരളത്തിൽ എല്ലാ ഭാഗത്തും പോയി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.